ഞങ്ങൾ വർക്കലയിലെ വാട്ടർഫോൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതുവരെയായിട്ടും ആരും യൂട്യൂബിൽ വർക്കലയിലുള്ള വാട്ടർഫോളിനെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ ആദ്യമായിട്ട് പറയുകയാണല്ലേ. ശശി ഓടി വരുന്നു, എൻ്റെ അമ്മ എടാ ശശി, ഞാൻ വിളിച്ചപ്പോ മാസ്ക് വാങ്ങി ഓടി വരുന്നു. ബഡ്ജറ്റ് ബാക്ക് പാക്കേഴ്സിനൊക്കെ ഇങ്ങനെ വന്ന് ഫ്രീ ആയിട്ടൊക്കെ റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇങ്ങനെ സർക്കാർ നിർമ്മിച്ച ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരാം. ശശി ഗേൾ ഫ്രണ്ട് ശശി കടിക്കും. ഈ പട്ടിയെ മാത്രം ശശി കടിക്കത്തില്ല. അവൻ എടുത്തിട്ടില്ല. എന്റെ കാലില് ഫുള്ള് ഇതാ ബബിള് വരുന്നു. അടിപൊളി കേട്ടോ, അടിപൊളി. ഹിറ്റ്ചേക്കിംഗ് നൊമാഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് വർക്കലയിലാണ്. വർക്കല ക്ലിഫിന്റെയൊക്കെ അടുത്തായിട്ടാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഞാനും അരുണിമയും പിന്നെ എൻ്റെ ഫ്രണ്ടും വേറൊരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വന്നതാണ്. ലാസ്റ്റ് എപ്പിസോഡ് നിങ്ങൾ കണ്ടത് മൂന്നാറിലായിരുന്നു. അപ്പോൾ മൂന്നാറിൽ ഒരു 2 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഹിറ്റ്ചേക്ക് ചെയ്ത് വർക്കലയിൽ വന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ ഞങ്ങളുടെ കൂടെ അരുണിമുണ്ട്. അരുണിമ ഹായ്. ഹായ് അരുണിമ. സോ ഇത് നമ്മുടെ സെബിൻ ബ്രോ, ഇത് നമ്മുടെ ആരാധോ പേര് നിത്യ. ഓക്കെ. സോ നമ്മൾ ജസ്റ്റ് പൊറോട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അടിപൊളി ചൂട് പൊറോട്ട വന്നിട്ടുണ്ട്. പൊറോട്ട കഴിച്ച് ഭയങ്കര ഇതായല്ലേ. ഇപ്പൊ കുറേ നാളുകൊണ്ട് കേരളത്തിൽ വന്ന് നല്ല ചൂട് പൊറോട്ട കഴിച്ച് അഡിക്റ്റായി. പൊറോട്ട നല്ലതല്ല ഇതിന്. അപ്പോൾ ബീഫ് കറി വന്നിട്ടുണ്ട്, പിന്നെ ചിക്കൻ പെരട്ട്, പിന്നെ ഇവിടെ കടലക്കറി. അപ്പോൾ വിദ്യ വന്നിട്ട് വെജിറ്റേറിയൻ ആണ്. യു ആർ വെജിറ്റേറിയൻ റൈറ്റ്? സോ വിദ്യക്ക് കടലക്കറി പൊറോട്ടയാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ പൊറോട്ടയെ പറിച്ച് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സീൻബ്രോയുടെ കണ്ണിലെന്ന് പറയുമ്പോൾ പൊന്നി ചേർക്കുന്ന പൊറോട്ടയുടെ ടേസ്റ്റും ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചു വയ പറഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ശേഷം കഴിച്ചാൽ മതി. ഇപ്പോൾ ഓൾറെഡി ഉച്ചയായി. അപ്പോൾ ഞങ്ങൾ ഇനി ബീച്ചിലോട്ട് പോകണം. എങ്ങോട്ടാണ് ബ്രോ പോകുന്നത്? നമ്മൾ ബീച്ചിലോട്ടല്ലേ പോകുന്നത്. നമ്മൾ ബ്ലാക്ക് ബീച്ചിലോട്ടാണ് ഇന്ന് പോകുന്നത്. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വന്ന ദിവസം എന്ന് പറയുമ്പോൾ August 7 അപ്പോൾ August 9 നമ്മുടെ സെബിൻ ബ്രോ പറഞ്ഞായിരുന്നു August 9 തൊട്ട് വർക്കലയിലെ ബീച്ചൊക്കെ ഓപ്പൺ ചെയ്യും. ഇപ്പൊ റെസ്റ്റോറന്റിലൊക്കെ ഇരുന്ന് ഡൈനിങ് ചെയ്യാൻ ഇത് കൊടുത്തു അല്ലേ ബ്രോ? റെസ്റ്റോറന്റ് ഡൈനിങ്ങിനൊക്കെ അവര് അനുമതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ 9 തൊട്ട് എല്ലാം ഓപ്പൺ ആയിരിക്കും. അപ്പൊ വർക്കലയിൽ വരുന്നവർക്ക് ഇനി വരാം. കുറച്ച് എന്താ പറയാ, അതിന്റെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും നോക്കിയാൽ ഇനി അധികം വലിയ റെസ്ട്രിക്ഷൻസ് ഇതൊന്നും കാണാം. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ അവിടെ പോലീസുകാരെ കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇനി തിരിച്ചു പോവാണ്. 2 പോലീസ് നമ്മൾ അവിടെ റെസ്റ്റോറന്റ് ഹോട്ടലിൽ നിന്നപ്പോഴേ പോയായിരുന്നു. സ്കൂട്ടറിൽ വന്ന പോലീസുകാരാണ്. ഊട് വഴിയിലൂടെ നമ്മൾ സെബിൻ ബ്രോ കൊണ്ടുപോവാണ്. ഇതെവിടെയാ പോകുന്നത് ബ്രോ? ബ്ലാക്ക് ബീച്ച്. ഓ, ചെറിയ ഷോർട്ട് കട്ട് ആണല്ലേ. ഇവിടെ ഫുള്ള് പുതിയ റിസോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നു തോന്നുന്നല്ലേ. കാണുന്ന ഇത് എന്തോ സ്വിറ്റ്സർലാൻഡ് സിറ്റിസൺസ് പണിയുന്ന എന്തോ ഇതാണ്, റിസോർട്ടാണ്. അപ്പോൾ ഭയങ്കര വലിയ പ്രൊജക്റ്റ് എന്ന് തോന്നുന്നു. സോ ഇനി നമുക്ക് ഇറങ്ങാം. ബീച്ചെത്തി. നമ്മൾ ബ്ലാക്ക് ബീച്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ സെബിൻ ബ്രോ ലീസിനെടുത്തിട്ട് എന്തോ ചെയ്യുന്ന ഇതല്ല, ആ കാണുന്നതാണ്. അവിടെ കാണുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ സെബിൻ ബ്രോ ലീസിനെടുത്തുള്ള സ്ഥലമാണ്. ബ്ലാക്ക് ബീച്ച് അടിപൊളിയാണ്. നമ്മൾ അന്ന് വന്നിരുന്നു അല്ലേ. നമ്മളൊരു 10 days ബിഫോർ ബ്ലാക്ക് ബീച്ചിലുണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ബീച്ചിലല്ല, വർക്കലയിലുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇന്നത്തൊക്കെയാണ് നമ്മൾ മൂന്നാറിലോട്ട് അങ്ങോട്ടൊക്കെ പോയത്. CCTV ക്യാമറാസൊക്കെ ഉണ്ടല്ലോ, അവിടെയുണ്ട്. ഇതൊന്നും എനിക്കൊന്ന് ഈ ലാൻഡിൻ്റെ ഓണർ ഇട്ടേക്കുന്നതാണെന്ന് തോന്നുന്നല്ലേ. ഫുള്ള് ബിയർ ബോട്ടിലാണ് കേട്ടോ. ആളുകൾ വന്ന് ഫുള്ള് മലിനമാക്കിയിട്ട് പിന്നെ ഇവിടെ ചാണകം നോക്കിയാ കേട്ടോ. ചാണകം ചവിട്ടല്ലേ. ഇനി ചാടണമല്ലോ. ഫുള്ള് ചതുപ്പാണ്. ഞാൻ എന്തായാലും ചാടി നോക്കാം. ചതുപ്പല്ല, ഇറ്റ്സ് ജസ്റ്റ് മഡ്. കമോൺ. പുള്ളിക്കാരിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പുള്ളിക്കാരി ഇത് കണ്ടപ്പം തന്നെ പേടിച്ച് അവസ്ഥ ആയിട്ടിരിക്കും. ഈ കാണുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ. സെബിൻ ബ്രോ ലീസിനെടുത്തിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് പണിയാനുള്ള ഇതാണ്. അടിപൊളി സ്ഥലം, ഭയങ്കര വിൻറ്റേജ് വൈബ്. ഇവിടെ പൊഴി പോലെയാണ് കേട്ടോ. കടലിൽ നിന്ന് കയറി വരുന്ന വെള്ളം പൊഴി പോലെ. വെള്ളത്തിൽ കാല് പെടാതെ കയറുക, അത് കുഴപ്പമില്ല. ഈ വെള്ളത്തിൽ അയ്യോ ഇനി നടക്കില്ല. എന്തായാലും വെള്ളത്തിൽ കാല് തൊട്ട് തന്നെ കയറാം. ഇനി നടക്കില്ല. നല്ല തണുപ്പ്. അയ്യോ, ഇവിടെ കുഴി കേട്ടോ.
ബീച്ചിന് ബ്ലാക്ക് ബീച്ച് എന്ന് പേര് വരാൻ കണ്ടോ, ഇത് ഫുള്ള് ബ്ലാക്ക് സാൻഡാണ്. ഇവിടെ ഫുള്ള് ബ്ലാക്ക് സാൻഡാണ്. അതൊക്കെ അല്ലാത്ത ബ്ലാക്ക്, അതും ബ്ലാക്കൊക്കെ തന്നെ ഓൾമോസ്റ്റ്. അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് ബീച്ച് എന്ന് പറഞ്ഞത്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഇവിടെ അല്ലാതെ വണ്ടി വരുന്ന സ്ഥലം അതാണ്. അവിടെ ഒരു മുസ്ലിം പള്ളിയൊക്കെ ഉണ്ട്. അതിലേക്കൂടെയാണ് റോഡ് വഴി കാറ് ബാക്കി ബൈക്ക് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതെന്താ ദ ഫിഷ് വില്ലേജ്. കൊള്ളാമല്ലോ. പക്ഷെ അടിപൊളി സ്ഥലം. ഇത് വൃത്തിയാക്കി എടുത്താൽ അടിപൊളിയായിരിക്കും അല്ലേ? സോ ഞങ്ങൾ പുറകിലോട്ടാണ് പോകുന്നത്. അവിടെ എന്തോ തെങ്ങിൻ തോപ്പും എന്തോ ആണ്. കൊള്ളാമല്ലോ. ഇത് സംഭവം ആക്ച്വലി ഫ്രഷ് വാട്ടർ ആണ് കേട്ടോ. നമ്മളിപ്പോൾ ക്രോസ് ചെയ്ത് വന്ന സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ഉറവ വേറൊരു സ്ഥലത്താണ്. അവിടെ ആളുകൾ കുളിക്കാറൊക്കെ ഉണ്ട്. ഭയങ്കര ഫ്രഷ് വാട്ടർ എന്നാണ് പറഞ്ഞത്. അത് ഈ വഴിയാണോ ബ്രോ? നേരെ പോകുന്നതാണോ? ഇതിനിടയ്ക്ക് വേറൊരു പ്ലാനിങ് ഇടയ്ക്കാണ്. നമ്മളിവിടെ അരുണിമയുടെ മുടി നമ്മൾ വെക്കാൻ പോവാണല്ലേ, അല്ലേ ബ്രോ? നോക്കാം അരുണിമയുടെ പുഴുത്ത മുടിക്ക് എത്ര രൂപ കിട്ടും. മുടി വിത്ത് പേന് നമ്മൾ ഓഫറായിട്ട് കൊടുക്കുന്നതാണ് അല്ലേ? ഒരു പേൻ ഒരു രൂപ കിട്ടിയാൽ നമുക്ക് മില്യൺ ഉണ്ടാക്കാം. അടിപൊളി. ഫുള്ള് ചാണകമാണല്ലോ ഇവിടെ. പശുവിന് കൊള്ളാമല്ലോ ഇത് സംഭവം. നമ്മള് കാണൂലല്ലേ, ഇങ്ങനെ നടന്നങ്ങ് ചാടിപ്പോവും. കണ്ടോ, കൊള്ളാലോ. അടിപൊളി കേട്ടോ, നല്ല തണുപ്പ്. അയ്യോ ബ്രോ, ഇനി ആരാ? സിവൻ ബ്രോ വർക്കല മുതലാളിയാ അല്ലേ? സിവൻ ബ്രോ ലീസിനെടുത്ത സംഭവമാണ് ഇതെല്ലാം. കണ്ടോ, ഇവിടെ അടിപൊളി വിൻറ്റേജ് ആക്കാനുള്ള പരിപാടിയാണ്. കണ്ടോ, ഇവിടെ ഫുള്ള് വെള്ളത്തിൻ്റെ ചാനൽ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, അവിടെ ഒരു റൂമുണ്ട്, അവിടെ വേറെ എന്ത് അങ്ങനെ കുറേ ഉണ്ട്. അവിടം വരെ സിവൻ ബ്രോ ലീസിനെടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ നല്ല വലിയ ഇത് ഇനിയിപ്പോൾ എന്തായാലും കേരളത്തിൽ ടൂറിസം നല്ലപോലെ വികസിക്കാൻ പോവുകയാണ്. നമ്മുടെ SGK ഒക്കെ ചേർന്ന് എന്താ പറയുക, നല്ലപോലെ കേരളത്തിൻ്റെ ടൂറിസം വികസിക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ വർക്കലേക്കും നല്ല ആശ്വാസമാണ്. അപ്പോൾ എന്തായാലും ടൂറിസം വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാരെ കണ്ടോ, നോക്കണോ, അത്രയ്ക്കാഴുണ്ട്. ഡേട്ടി ഭാഗത്തുനിന്ന് ഓക്കെ. ഹായ് ഹായ്. ഇണയൊന്നുമില്ല. അവിടെ വേറൊരു വെള്ള പശു വയ്ക്കണം കേട്ടോ. അതിന്റെ കണ്ടോ, അതിന്റെ തോളത്ത് മാത്രം കറുത്ത കളർ. എനിക്ക് ഒന്ന് കുളിച്ചിട്ട് ഏതാ അതോ യൂറോപ്പ് പശുവോ? കുഴപ്പമില്ല. ശരി ശരി ഓക്കെ ഓക്കെ. ശരി ഓക്കെ. അത് കുഴപ്പമില്ല. അത് അത്യാവശ്യം വലിച്ചില്ല കേട്ടോ. നമുക്ക് അടുത്ത ദിവസമാണ്. ഫ്രഷ് വാട്ടർ ആണ് കേട്ടോ. ഫ്രഷ് വാട്ടറിന്റെ റിസോഴ്സ് ആണ്. പക്ഷേ ചെളി ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് ചെളി വാട്ടറാണ്. ഗുണ്ടുമണി മീൻസ് നൈസ് ഗേൾ, ഫണ്ണി ഗേൾ. ഗുണ്ടുമണി. മണി മീൻസ് ക്യാഷ്. ക്യാഷ്. യു ആർ എ റിച്ച് ഗേൾ. ഓക്കെ, സോ ഡോണ്ട് മൈൻഡ്. ഓക്കെ, ചെളിയാവോളാ, നേരെ വാ, കുഴപ്പമില്ല. ചെളിയിലാക്കി വന്നോ എന്തായാലും. ആണല്ലോ ഇവിടെ ഫുൾ ആഴമുണ്ടല്ലോ. അവിടെ എന്തോ പറ്റി, വീണോ? മീനാണല്ലോ ഫുള്ള് ഇറക്കം. കൊള്ളാം, നമ്മള് അഡ്വഞ്ചർ വൈബില് വന്നു. വാ 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 വാ, പയ്യ വാ. നമുക്ക് നേരെ അങ്ങ് പോയാലോ ബ്രോ? ഇവരെ കൊണ്ടുവന്നാ ഇന്നൊന്നും നടക്കില്ല. നമുക്ക് പോവാം, നിങ്ങൾ വന്നോ? ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഒരു ഹാഫ് ഗുണ്ടുമണിയൊക്കെയാ അല്ലേ ബ്രോ? ഹാഫ് ഗുണ്ട്. ബ്രോയുടെ ഫ്രഷ് വാട്ടർ എത്തി. അവിടെ പോകുമ്പോഴാണ് നോക്കട്ടെ. ഇവിടെ ആളുകൾ വന്ന് കുളിക്കാം. കൊള്ളാലോ, അടിപൊളി കേട്ടോ. ഇത് സ്പ്രിംഗ് ആണ് കേട്ടോ, അടിപൊളി അടിപൊളി. ഒന്നിറങ്ങട്ടെ ബ്രോ. അടിപൊളി. നല്ല ചൂട്. അത് നോക്കടാ, ഇവിടെ നിക്കുമ്പോ തന്നെ എന്തോ ഭയങ്കര ഫീല് ബ്രോ. ഇവിടെ വല്ല പ്രേതഭൂതമൊക്കെ ഉണ്ടാവും. ഒന്ന് പോയേ. കുഴപ്പമില്ല, അടിപൊളി, സൂപ്പർ. എന്റെ അമ്മ, ഇത്രയും അടിപൊളിയായിട്ടുള്ളത് ഞാൻ വിചാരിച്ചില്ല. ഇതിലേക്കൂടെയാണ് കേട്ടോ വെള്ളം പോകുന്നത്. ഇത് ഹോട്ട് സ്പ്രിങ് ചെറിയ ചെറിയ കുമ്പളായിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ നടന്നപ്പോൾ ആ സ്പ്രിങ് പോയി.
അടിപൊളി. ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് കുളിക്കാൻ പറ്റില്ല, കാരണം ആണുങ്ങൾക്ക് ഇത് പള്ളിയുടെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പെണ്ണുങ്ങൾ വന്ന് കുളിക്കുന്നത് ചിലപ്പോൾ അവർക്ക് പ്രോബ്ലംസ് ആവും. നമ്മളെ ഹൗസ് പോലെ ഉണ്ട് സംഭവം. ഇത് നല്ലപോലെ നമുക്ക് കിടന്ന് എന്താ പറയുക, ഒരു പ്രൈവറ്റ് ബാത്ത് പോലത്തെ ഒരു സംഭവം കണ്ടോ. അവിടെയൊക്കെ കണ്ടോ, അവിടെയൊക്കെ കുമിളകൾ ഇങ്ങനെ പൊങ്ങുവാണ് കേട്ടോ. അവിടെ എല്ലാ സ്ഥലത്തും തോന്നുന്നു നടുക്കെന്നൊക്കെ. ഇത് സ്പ്രിങ് ആണ് പറയണം. പകുതി തള്ളായാലും പകുതി സത്യമാണെന്ന്. അപ്പം ബാക്കി പകുതി പറയണത് തള്ളാണല്ലേ. നോക്ക്, നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു തള്ളിയത് 4 ദിവസം മുമ്പ് പറഞ്ഞത് നമ്മൾ പിടിച്ചായിരുന്നു. പുള്ളിക്കാരറിഞ്ഞില്ല. നമ്മൾ 10 ദിവസം മുമ്പ് വന്നപ്പോൾ നമ്മളോട് ഈ സെയിം തള്ളിയായിരുന്നു. അവിടെ നിന്ന് മണ്ണിൻ്റെ അടിയിൽ നിന്ന് വരുന്നു കേട്ടോ. എനിക്കിത് കാലടി വെക്കാൻ എന്തോ പോലെ. നല്ല ആഴമുണ്ട്. ഇത് ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ ബ്രോ ആ കുമിളയെന്ന് ഇത് വരുന്നില്ല. അവിടെ കണ്ടോ, ഈ ഹോളിൽ നിന്നൊക്കെ വരുന്നത് വെള്ളമാണ് കേട്ടോ. സ്പ്രിങ് ആണ്. നമ്മൾ കണ്ട ഇത് അതുകൊണ്ട് അവിടെ നിന്നൊക്കെ കുമിളായിട്ട് താണ്ടെ ബബിള് കണ്ടോ. എൻ്റെ കാലിൽ ഫുള്ള് ഇതാ ബബിള് വരുന്നു. അടിപൊളി കേട്ടോ, അടിപൊളി. എൻ്റെ കാലിൽ നിന്നൊക്കെ ബബിള് വരുന്നതാ. എൻ്റെ അമ്മോ, ദേഹം ഫുള്ള് ഭയങ്കര ഒരു മസാജിങ് പോലെ സംഭവം. അടിപൊളി കേട്ടോ. അവിടെ ഒരു ആമോ, ചെറിയൊരു ആമോ. എൻ്റെ അമ്മോ, ചെറിയ കേട്ടോ, അടിപൊളി ചെറിയ ആമ. ഇതെടുത്താ കടിക്കോടാ. എന്തായാലും തിരിച്ചു പോവാം. നല്ല ഇത് അവിടെ നിന്നൊക്കെ വരുന്നു കേട്ടോ വെള്ളം. ഇവിടെ നിന്ന് കുറേ സ്ഥലത്തുനിന്ന് വരുന്നു. അവിടെ നിന്നൊക്കെ നല്ല പൊസിഷനാണ് വെള്ളം വരുന്നത്. മൂക്കിൽ കുരു വരുമോ? കല്ല് കൂടുതൽ എടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു. മുഖം മുഴുവൻ, അകത്ത് മാത്രല്ല പുറത്ത് ഫുള്ള് വന്നു. ആര് പറഞ്ഞു? ഭയങ്കര സ്നേഹത്തോടെ പറയുന്നതായിരിക്കും. ഒരു തൊഴി പിടിക്കാൻ ഇങ്ങോട്ട് വരണം. അതെ, അതിൻ്റെ അകത്ത് കുറെ ആമകളുണ്ട്. ഞാൻ അവിടെയൊക്കെ കണ്ടതാ. അവരുടെ ചളുവടിയും അരണമ്മയുടെ മണ്ടത്തരം കൂടെ കേട്ട് മതിയായി ഞങ്ങൾ തിരിച്ചു പോവാണ്. അവൾക്ക് മലയാളം അറിഞ്ഞൂടാത്തോണ്ട് ഭാഗ്യം, അവള് രക്ഷപ്പെട്ടു. ഇന്ന് അവള് വീഴും കേട്ടോ. നൈസ്. നത്തിങ് ഗോണ ഹാപ്പൻ. ഫുള്ള് ചെളിയാണ്. വേറൊരു നീര് കുറവുണ്ട് കേട്ടോ. അടിപൊളി, ഫുള്ള് ഫ്രഷ് വാട്ടറാണ് കേട്ടോ. ഇവിടെ നിന്ന് വരുന്നത്, മുകളിൽ നിന്ന് ഇവിടെ നിന്ന് വരുന്നത്. ഇത് മഴവെള്ളമല്ല സംഭവം. ഇതല്ലാതെ നോർമൽ ഇവിടെ എന്തോ ഉറവുള്ളതാണ്. അതാണ് നമ്മൾ അപ്പുറത്ത് കുളത്തിലും കണ്ടത് കേട്ടോ. കാല് ഫുള്ള് ചെളിയും കാര്യമായി. സുന്ദരിക്കാലായല്ലേടാ. ഉറവിടം തേടിയാണ് ഇനി നടക്കുന്നത്. ഇവിടെ സെബിൻ ബ്രോ പറയുന്നു ഇത് മഴവെള്ളമാണെന്ന്. ഞാൻ പറയുന്നു ഇത് ഏതോ ഒരു റിസോഴ്സാണ്. നമുക്ക് നോക്കാം. ഇതിലേക്കൂടെ തന്നെ നടന്നു പോയി നോക്കാം. അടിപൊളി കേട്ടോ. സ്ലോലി. ഓക്കെ, ഇതിൻ്റെ അകത്ത് എന്താ ബ്രോ, കുളമാണോ? ഓക്കെ. ഇത് പണ്ടത്തെ കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ. അവിടെ നിന്ന് ഫുള്ള് വെള്ളം വരാൻ വേണ്ടിയാണ് കേട്ടോ. എക്സോസ്റ്റ് വാൾവൊക്കെ ഫുള്ള് ഭയങ്കര അടിപൊളിയായിട്ടാണ് അവർ നിർമ്മിച്ചത്. ഞങ്ങൾ വർക്കലയിലെ വാട്ടർഫാൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതുവരെയൊക്കെയായിട്ടും ആരും യൂട്യൂബിൽ വർക്കലയിലുള്ള വാട്ടർഫാളിനെ കുറിച്ച് പറഞ്ഞില്ല. ഞാൻ ആദ്യമായിട്ട് പറയുകയാണല്ലേ. വർക്കല വാട്ടർഫാൾ എത്തിയിരിക്കുന്നു കണ്ടോ. വർക്കലയിൽ ക്ലിഫും ബീച്ചും മാത്രമല്ല അല്ലേ, പറഞ്ഞു കൊടുക്ക്. അതെ, അടിപൊളി. അങ്ങനെ വർക്കല വാട്ടർഫാൾ നമ്മൾ ട്രെക്ക് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുവാണ്. അടിപൊളി. ഇവിടെ ചെറിയ ചെറിയ കുഴികളുണ്ട് കേട്ടോ. ചെറിയ കുഴികളുണ്ട്. ആളുകൾ നോക്ക്, ഡൈപ്പർ, പ്ലാസ്റ്റിക്, എന്താ പോലെ ഫുള്ള് പ്ലാസ്റ്റിക് ഇട്ട്. നല്ല വെള്ളം കേട്ടോ, നല്ല ഫ്രഷ് വാട്ടർ. ആളുകൾ ഇത് ഫുള്ള് വേസ്റ്റാക്കി. നിങ്ങളിങ്ങനെ പോയാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ മാക്സിമം പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതിരിക്കുക. കണ്ടോ, ഇവിടെ ഇത്രയും പ്ലാസ്റ്റിക് ഇല്ലായിരുന്നെങ്കിൽ ഈ ഭംഗി, ഈ സ്ഥലം കാണാൻ എന്ത് ഭംഗിയായിരുന്നേനാ. അവിടുത്തെ മത്സ്യഭവൻ കാണിച്ചു കൊടുത്ത മത്സ്യഭവൻ കേട്ടിട്ടില്ലാത്ത പോലെ. ബോധമില്ല. എറണാകുളത്തായിരുന്നു അവള് പഠിച്ചത്. ഞങ്ങളുടെ വാട്ടർഫോൾ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്ലാക്ക് ബീച്ചിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അടിപൊളി, ഭയങ്കര തരാം കേട്ടോ. ഇവിടെ ബാബു ഫാം റെസ്റ്റോറൻറ്റ്, നമ്മളെ KFC ഒക്കെ പോലെ ഇരിക്കുന്നല്ലേ. ഇതെന്താ സംഭവം? ഓക്കെ. എല്ലാരും പുള്ളിയെ ശംഭു എന്ന് വിളിക്കുന്നത്. പക്ഷെ പുള്ളി സ്വന്തമായിട്ട് ബാബു എന്ന് വിളിക്കുന്നു. ശംഭു ബാബു.
ഞാൻ എന്നെ തന്നെ വിമുഖാന്ന് വിളിക്കുന്നത്. പുള്ളിക്കാരൻ കൊള്ളാമല്ലോ. പാവം ബാബുവിന്റെ കാര്യം എന്തൊരു മുടിയോട്ടാണ്. പുള്ളി ഓട്ടോ ഓടിക്കുമായിരുന്നു. പുള്ളി ആദ്യമായിട്ട് ഇവിടെ വന്ന ഒരു ഗസ്റ്റുമായിട്ട് അങ്ങനെ വർക്കല ഹെലിപ്പാഡ് വന്നു. ഹെലിപ്പാഡ് വന്നത്തേക്കും നോക്കിയപ്പം വിദേശികൾ കാര്യങ്ങളൊക്കെ പുള്ളി അങ്ങ് സെറ്റിലായി. അങ്ങനെ പുള്ളി ഓട്ടോയിൽ തന്നെ ഒരു ട്രാവൽ ഏജൻസി സ്വന്തമായിട്ട് ഓട്ടോയിൽ കയറുന്നു, ഓട്ടോയിൽ വരുന്നു. അങ്ങനെ പുള്ളി പേര് ഹിറ്റായി. പുള്ളി രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. മറ്റേ അബ്ദുൽ കലാമിന്റെ ഏറ്റവും നല്ല ടൂറിസത്തിനുള്ള അവാർഡ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ വലിയ റിസോർട്ടൊക്കെ പണിത് കൊടീശ്വരനാണ്. ഇവിടെ ഫുള്ള് 3 സ്റ്റാർ റിസോർട്ടൊക്കെ ഉണ്ട്. പുള്ളിയൊക്കെ ഭയങ്കര ബാബു ഫാം റെസ്റ്റോറന്റ്. പുള്ളിക്കാരൻ അടിപൊളിയാണല്ലോ. ഇവിടെ തള്ളി മറിച്ചാണോ അറിയില്ല അല്ലേ പുള്ളിക്കാരൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ബാബു അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടീസാണ്. അവിടെ നിന്ന് വരുന്നത് ഫുള്ള് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവിടെ. റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ അടിപൊളി കേട്ടോ. ഭയങ്കര വൈബ് ഇവിടെ ഇരിക്കാൻ തന്നെ അല്ലേ. പല ആളുകൾക്കും അറിഞ്ഞൂടാത്ത ഒരു സംഭവമുണ്ട്. പല ആളുകൾക്കല്ല, കുറച്ച് ആൾക്കാർക്കൊന്നും അറിഞ്ഞൂടാണ്. എനിക്കും അറിഞ്ഞൂടായിരുന്നു. നമ്മളെ കണ്ടോ, ഇവിടെ ബീച്ചാണ്. ഈ കാണുന്നത് ബീച്ചാണ്. തൊട്ടപ്പുറത്ത് തന്നെ കണ്ടോ വയലാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് വയലെല്ലാം പോയി. അവർ റിസോർട്ട് കാര്യങ്ങളൊക്കെ നിർമ്മിച്ചു. ഈ കാണുന്നത് ഫുള്ള് വയലായിരുന്നു. ഇപ്പം ചെറിയൊരു തെങ്ങിൻ തോപ്പൊക്കെ ആയി പോകുന്നു. അവസാനം നമ്മൾ സീഷോറിൻ്റെ സൈഡിൽ കൂടെ തന്നെ നടന്ന് അവസാനം വയലിലെത്തിയിട്ടുണ്ട് കണ്ടോ. ആ കാണുന്നത് അവിടെ ഫുള്ള് വയലാണ് കേട്ടോ. ഇപ്പോഴും അവിടെ വയലുണ്ട് അല്ലേ ബ്രോ? ഇപ്പോഴും കൊയ്ത്തുണ്ടല്ലേ? അടിപൊളി. നടന്നത് എൻ്റെ വയറൊക്കെ എന്താവൂല. ഇപ്പം ഈ വള്ളങ്ങളൊന്നും പോകുന്നില്ല കേട്ടോ. ഇത്രയും നല്ല തിരക്ക്. സാധാരണ നമ്മൾ ഓഫ് സീസൺ ടൈം ആകുമ്പോൾ ബീച്ചൊന്നും ഇത്രയ്ക്ക് അടുത്ത് വരില്ല. ബീച്ച് അവിടെ കിടക്കും. ഇവിടെയൊക്കെ സാധാരണ എന്താ പറയുക, സൺബെഡൊക്കെ ഇട്ട് ആളുകൾ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, ഇതെല്ലാം സെമിബ്രോ പറഞ്ഞതാണ്. കലയുടെ മാജിക് പ്ലേസ് എന്ന് പറഞ്ഞ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ടുപോവാണ്. അവിടെ എന്താടാ ആമ്പൽ? അത് വേണ്ടായിരുന്നു. അടിപൊളി കേട്ടോ വർക്കലയിൽ. എൻ്റെ അമ്മോ അടിപൊളി കേട്ടോ. അത് കൊള്ളാം കേട്ടോ. അവിടെ എൻ്റെ അമ്മോ ഭയങ്കര കാണാം വർക്കലയിൽ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ വർക്കലയിൽ സംഭവം എന്ന് വെച്ചാൽ എല്ലാ ആളുകളും വരുന്നത് ജസ്റ്റ് ക്ലിഫ് കണ്ടിട്ട് പോകാൻ വേണ്ടി മാത്രമാണല്ലേ. ആമ്പൽക്കുളം എന്ത് കാണാൻ. ഇവിടെ ആമ്പൽക്കുളം എന്ന് മാത്രമല്ല പറയുന്ന, ബിയർ കുളം എന്നും പറയും. ബിയർ ഗ്രോസ് ഹിയർ റൈറ്റ്. അവള് സത്യം പറഞ്ഞ ആമ്പൽക്കുളം കണ്ടിട്ടാണ് കേട്ടോ കരയുന്നത്. എൻ്റെ അമ്മോ ഇതെല്ലാം കണ്ട് പ്രകൃതിയിലേക്ക് ചേർന്നൊഴുകുമ്പോഴുള്ള സന്തോഷം കൊണ്ടുള്ള വിദ്യക്ക് വലിയൊരു സ്റ്റോറി തന്നെ പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൊണ്ടാണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് ഭയങ്കര സീരിയസ് ആയത്. ഇതാട്ടോ പ്രോപ്പർട്ടി. ഇത് കൊള്ളാലോ. ഇതിന്റെ പുറകിലാണ് കേട്ടോ നമ്മൾ കണ്ട ഞങ്ങളുടെ ആമ്പൽക്കുളമൊക്കെ കണ്ടത്. ആ റൂം എടുത്തുന്നവർക്ക് ഭാഗ്യം. മുടുകത്തി വീഴോ? കുഴപ്പമില്ല, സീനില്ല. വാ പാവം കുട്ടി വീണ് കേട്ടോ. പാവം ചാടിക്കേറി വീണ് പാവടാ. അവൾ ഇവിടെ ഇരുന്ന് ചരിഞ്ഞ് വീണ്. Can you please do again? It's okay, you can do one more time for my YouTube channel. പാവ ഇവിടെ സിലിണ്ടർ അതെന്താ ടിപ്പറാണോ? 3-4 പേര് ചേർന്ന് കല്ല് കയറ്റുന്നു. കൊണ്ട് തള്ളിപ്പിക്കാന്ന് വിചാരിച്ചു. വീഴുന്നെങ്കിൽ വീഡിയോ എടുക്കാമല്ലോ. ഇപ്പൊ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഓടയം ബീച്ചാണ് കേട്ടോ. ഓടയം ബീച്ചിന്റെ ഇതാണ് ഈ കാണുന്ന. ഇതൊക്കെ സർക്കാർ പണിത ആളുകൾക്ക് വന്ന് കാണാനും റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള ഒരു സംഭവമാണ്. പക്ഷെ ആളുകളൊന്നും യൂസ് ചെയ്തില്ലെന്ന് തോന്നുന്നു അല്ലേ. എല്ലാ ആളുകളും വന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി റിസോർട്ട് കാര്യങ്ങൾ എല്ലാം വരുന്നു. റിസോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള പ്ലേസസ് ഉണ്ട്. അതുകൊണ്ടാണ് സംഭവം എനിക്കൊന്നും സർക്കാർ പണിതിട്ടും ഇത് ആളുകൾ വരാത്ത. അപ്പോൾ ബഡ്ജറ്റ് ബാക്ക് പാക്കേഴ്സിനൊക്കെ ഇങ്ങനെ വന്ന് ഫ്രീ ആയിട്ടൊക്കെ റെസ്റ്റ് എടുക്കണമെങ്കിൽ ഇങ്ങനെ സർക്കാർ നിർമ്മിച്ച ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരാം. ഇവിടെ പേയ്മെന്റ്സ് കൊടുക്കണോ? ഫ്രീ അല്ലേ? ഫ്രീ ആയിട്ട് കണ്ടോ. അടിപൊളി സ്ഥലം. അവിടെ ചെറിയ പൂള് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് സർക്കാരിൻ്റെ വിശ്രമ കേന്ദ്രവും കാര്യങ്ങളൊക്കെ. ബ്രോ ഇവിടെ വരാൻ എങ്ങനെ വരണം ബ്രോ? അല്ലേ സ്ഥലം ലൊക്കേഷൻ മാപ്പ്? ഇടവ ബീച്ച് അല്ലേ? ഇടവ ബീച്ചിലാണ് കണ്ടോ ഈ കാണുന്ന സംഭവം. വേറെ ഒരു കോണകം ബീച്ച് എന്ന് എന്തോ പറഞ്ഞല്ലോ. ഓടയം ബീച്ച്. ഇവിടെ ഫ്രീ വൈഫൈ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? ഓ ഗസ്റ്റ്
ഓക്കെ ഓക്കെ. ബീച്ച് റിസോർട്ട് സമാര ഹാർമണി, സംസാര ഹാർമണി. ഇത്രയും നേരമായിട്ട് നടന്നു വരുന്ന നമ്മുടെ ഈ പുറകിൽ കാണുന്ന നമ്മൾ നടക്കുന്ന ഈ പാതയില്ലേ, ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച പാത, ഇത് ഗവൺമെന്റ് പണ്ട് നിർമ്മിച്ചതാണ്. നമ്മുടെ കാപ്പിൽ ബീച്ച് എന്ന് തുടങ്ങി വർക്കല ബീച്ച് അങ്ങ് വരെ ഈ സംഭവം ഇതുണ്ട് കേട്ടോ. അടിപൊളി, നല്ല രസമുണ്ട്. അതുമാത്രമല്ല ഇവിടെ കണ്ടോ, ഇവിടെയും ചെറിയ ക്ലിഫ് പോലെയാണ്. കടല് നല്ല ശോഭമായിട്ട് കടല് ഫുള്ള് ഇങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നാളെയോ മറ്റന്നാളോ ഇതിലേക്കൂടെ സൈക്കിൾ ടൂർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരിക്കും സൈക്കിൾ ഇതിലേക്കൂടെ ഓടിച്ചു തരാം. ഭയങ്കര വൈബായിരിക്കും അല്ലേ. രാവിലെ ഒരു ഗോപ്രോയും കൂടെ ഉണ്ടെങ്കിൽ ഹെൽമെറ്റിലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വരാൻ അടിപൊളിയായിരിക്കും. നല്ല രസം. ഈ വഴി ഇത് സ്ട്രെയിറ്റ് അങ്ങനെ പോയി അവിടെ ജോയിൻ ചെയ്യാനുള്ളതായിരുന്നു. പക്ഷേ ഇത് എപ്പോഴാണ് ബ്രോ ഇടിഞ്ഞു പോയേ? ഒരു 8-9 മാസം മുമ്പ് കണ്ടോ ആ വഴി. സൈക്കിൾ ടൂർ നല്ലപോലെ നടക്കൂല അല്ലേ, ഫുള്ള് ഇടിഞ്ഞു പോയി കേട്ടോ. പക്ഷേ ഭയങ്കര അടിപൊളിയായിരുന്നു. എന്ത് പറയാൻ, ഇവിടെയാണ് ജോയിൻ ചെയ്യുന്നത്. സോറി, അവിടെ അല്ല കേട്ടോ, ഇവിടെയാണ് അത് ജോയിൻ ചെയ്യുന്നത്. വരുന്ന വഴിക്ക് നമ്മളെ സെബിൻ ബ്രോ നമുക്ക് ആമ്പലൊക്കെ വാങ്ങിച്ചു തന്നു. സമയം 4 മണിയായല്ലേ ബ്രോ, പെട്ടെന്നായി. അതുമാത്രമല്ല അവൾക്ക് സെയിം സൈറ്റ് ആയിട്ടുള്ള ഒരു ആമ്പൽ കിട്ടി. അവളോട് കറക്റ്റ് കണ്ടോ, കറക്റ്റ് ആമ്പല്. ഇറ്റ്സ് മെന്റ് ഫോർ യു. ഓക്കെ, ഇത് എനിക്കുള്ളതല്ലേ, എന്റെ കറക്റ്റ് സൈസിന്. സോ ഇനിയിപ്പോൾ നമ്മൾ പോവാണ്. നടന്ന് ഓൾമോസ്റ്റ് ടയേർഡായി. അയ്യോ വയ്യ, തളർന്നല്ലേ. എപ്പോ? ഓക്കെ. അയ്യോ, ചായ കുടിക്കാൻ വേണ്ടി ബീച്ചിലോട്ട് പോവാണ് കേട്ടോ. ഇതിവിടെ കാണുന്ന ഇത് ഗവൺമെന്റ് സ്ഥാപിച്ച പുതിയൊരു കൾച്ചറൽ സെന്റർ ആണ്. പക്ഷെ ഇതുവരെയായിട്ടും അവർ ഓപ്പൺ ആക്കിയിട്ടില്ല. ഇപ്പോൾ ഇനാഗുറേഷൻ കഴിഞ്ഞു, പക്ഷെ ഓപ്പൺ ആക്കിയിട്ടില്ല അല്ലേ. പിന്നെ ഓക്കെ, കോവിഡൊക്കെ ആയതുകൊണ്ടാണ്. സോ ഞങ്ങൾ വീണ്ടും ബ്ലാക്ക് ബീച്ചിൽ തന്നെയാണ് വന്നത്. ബ്ലാക്ക് ബീച്ചിലൊരു അടിപൊളി ഒരു സ്ഥലമുണ്ട്. പല ആളുകൾക്കും അറിഞ്ഞുകൂടാ. ഇപ്രാവശ്യം ഈ കോവിഡിനൊക്കെ ശേഷമാണ് സത്യം പറഞ്ഞാൽ ആ ഒരു സ്ഥലം ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള. അവരവിടെ ചെറിയൊരു ചായക്ക് കുടിക്കാനുള്ള ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം ഈവനിങ് ഒക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ ഭയങ്കര അടിപൊളിയായിട്ടുള്ള നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. വേറൊരു കാര്യമുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ ബിന്ദുസ് കഫേ. ഇതാണ് നമ്മൾ പറഞ്ഞ സ്പോട്ട്. ഇവിടെ അടിപൊളിയാണ് ഈവനിങ്ങിന്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താ പറയുക, പല പേരുകളിലുള്ള പട്ടികളുണ്ട് കേട്ടോ. പല പേരിലുള്ള ശശി, അക്ബർ എന്നൊക്കെ പറയുന്ന കുറേ പട്ടികളുണ്ട് കേട്ടോ. ദോ ആ കാണുന്നതല്ലേ, അതാണ് ഇവിടുത്തെ ശശി കേട്ടോ. ശശിയെ വിളിച്ചിട്ട് വരുന്നില്ലല്ലോ ബ്രോ. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ശശി നമ്മളെ അടുത്ത് കമ്പനി ഓടിയതാണ്. ശശി ഓടി വരുന്നു. എന്റെ അമ്മോ, എടാ ശശി ഞാൻ വിളിച്ചപ്പോ മാസ്ക് മാറ്റിയപ്പോ ഓടി വരുന്നു. എന്റെ അമ്മോ, എടാ എന്നെ നല്ല ഓർമ്മ, എടാ എന്നെ നല്ല സത്യമായിട്ടും ഞാൻ ഇങ്ങനെ മാസ്ക് മാറ്റിയിട്ട് ശശി എന്ന് വിളിച്ചപ്പോ കണ്ടോ. എന്താ രസം. വരുന്നു കേട്ടോ. ശശി 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 ശശി. എന്ത് സ്വീറ്റ്. പാവം. എന്തുണ്ട് വിശേഷം? അന്നത്തെ ആ ഒരു ചെറിയൊരു ഓർമ്മ കേട്ടോ. സത്യം പറഞ്ഞ എന്ത് പറയാനാ. ഇവിടെ നമ്മുടെ ശശിക്കും ശശിയുടെ മോനും നാണ്ടേ വൈഫാണോ? അയ്യോ പാവം. ശശിയുടെ വൈഫാണോ? ശശിയുടെ വൈഫിനും രണ്ടുപേർക്ക് വേറെ പട്ടിയാണ് ശശി കടിക്കും. ഇപ്പോഴാണ് അന്ന് വന്നപ്പോ ഓട്ടിച്ചു വിട്ടു ശശി. ശശിയുടെ ഗേൾഫ്രണ്ട് ആണ് കേട്ടോ. ശശി ഗേൾഫ്രണ്ട്. ശശി കടിക്കും. ഈ പട്ടിയെ മാത്രം ശശി കടിക്കത്തില്ല. ഫുഡ് വെച്ചോ. ശശിയുടെ ഗേൾഫ്രണ്ട്. കള്ള. അത് ശശി കഴിച്ചു. അത് ശശി ശശിയാക്കിയവൻ. ഇവിടെ ഉള്ള പട്ടികളെല്ലാം പരിചയപ്പെടുത്തി തരാം. ഇത് ശശി, ശശികുട്ടൻ. അത് റൂബി. ഇത് ശിങ്കിടി. അല്ല സോറി, ഇത് സൂസി. ഇത് ശിങ്കിടി. പിന്നെ നമ്മുടെ ലോസ്റ്റ് ഹോസ്റ്റലിലുള്ളത് അക്ബർ അല്ലേ. അക്ബർ, നീക്കോ. ഇവിടെ എല്ലാം എന്താ പറയാ, രാമുണ്ട്. ശിങ്കിടി ചുമ്മാരി കടി കിട്ടും. ബൈ ബൈ ശിങ്കിടി. ശിങ്കിടി, സൂസി, ശശി. ശശി ബൈ ബൈ, വരാം കേട്ടോ. അവിടെ കുറേ പേര് വന്നിട്ടുണ്ട്. 4 പേര് അവിടെ ഉണ്ട്. ഇനി ഞങ്ങൾ 2 പേരും കൂടെ ഉണ്ട് കളിക്കാൻ വേണ്ടി. ശശി അല്ലല്ലോ അത്. അന്ന് ഞാൻ ഇവിടെ വന്നിരുന്നു. ഒരു 10 ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു. ഫ്രിസ്ബി കളിക്കാൻ പോയി. ഫ്രിസ്ബി എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് കുറച്ച്
എറിഞ്ഞെറിഞ്ഞ് കുറച്ച് പഠിച്ചു, അടപ്പൊക്കെ എറിഞ്ഞ് ഓൾമോസ്റ്റ് കുറച്ചൊക്കെ പഠിച്ചായിരുന്നു. ശശിയാണല്ലോ അവിടെ ഇരിക്കുന്ന. സെബിൻ ബ്രോ, ശശിയല്ലേ? ശശി ശശി ശശി, ഇതാണ് ഞങ്ങളുടെ ശശി. ശശി ശശി എവിടാ ശശി? ശശി ഇവിടെ ഓൾറെഡി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒന്ന് സാധനങ്ങളൊക്കെ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഫ്രിസ്ബി കളിക്കാം. അറിയാമോ അടപ്പറിയാൻ? പോലീസ് സീനാണോ? ഫിസിലടിക്കുന്നു അല്ലേ അവര്? അത് പെൺ പോലീസാണ് കേട്ടോ. അയ്യോ, നമ്മളെ ഫ്രിസ്ബി തീർന്നോ ഇന്നത്തോടെ? ബാഗും എല്ലാം എടുത്തോണ്ട് വാ. അയ്യോ, എന്തു പറയാനാ, ഫ്രിസ്ബി കളിക്കാൻ പറ്റിയില്ല. ഞാനൊന്ന് ഫ്രിസ്ബി ഒരു പ്രാവശ്യം എറിഞ്ഞേ ഉള്ളൂ. ടാറ്റാ പോലീസ്. ഫ്രിസ്ബി കൊളായല്ലേ? ഇത് പുതിയ ഫ്രിസ്ബി ആണല്ലോ. കുലുക്കിത്തക്കത്തിയാ ആണ് കേട്ടോ സെബിൻ ബ്രോ പറഞ്ഞ കുലുക്കിത്തക്കത്തി. അത് ശശി 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 വിളിച്ചപ്പോ ശശിന്റെ ഗേൾഫ്രണ്ട് ഓടി വരുന്നു. നീ എന്തിനാ വരുന്നേ? ശശിനെ വിളിച്ചപ്പോ ദാ ഓടി വരുന്നു കേട്ടോ. സെബിൻ ബ്രോ ഓടി വരുന്നു. ശശിയെ പാവം കിടന്ന് വിളിച്ച് പാവം മദാമ നമ്മളെ ശശിന്ന് വിളിച്ചപ്പോ മദാമ ഓടി വന്നു. കോമഡി തന്നെ പാവം. അവരുടെ യോഗ നമ്മൾ മുടക്കി. ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ചായ കടയൊന്നും തുറന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.